ഒരു സത്യമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ക്യാൻസർ വന്നാൽ ആദ്യം തകരാൻ പോകുന്നത് നിങ്ങളുടെ ഹെൽത്ത് അല്ല, നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫാണ്. ഇത് വെറും ഒരു ഹോസ്പിറ്റലൈസേഷൻ അല്ല, ഒരു ലോങ് ലൈഫ് ബാറ്റിലാണ്. നിങ്ങൾ അത്തരം ഒരു സാഹചര്യത്തിന് ഫിനാൻഷ്യലി റെഡിയാണോ? ഇപ്പോൾ വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാം. പലർക്കും തോന്നുന്നത് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അത് മതിയാകും എന്നാണ്. പക്ഷേ ട്രൂത്ത് എന്താണെന്ന് അറിയാമോ? ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പല സ്റ്റേജ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. റിപ്പീറ്റഡ് ഹോസ്പിറ്റൽ വിസിറ്റ് ആവശ്യമായി വരും. മെഡിസിൻ, കീമോ, റിക്കവറി കോസ്റ്റ്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഇൻകം ലോസ് ആവുന്നു എന്നുള്ളതാണ്. നോർമൽ ഹെൽത്ത് ഇൻഷുറൻസിൽ എല്ലാം കവർ ആവില്ല, പ്രത്യേകിച്ചും ഇൻകം ലോസ്. ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. ഏജ് 40, ഇൻകം സ്റ്റേബിൾ ആണ്, ഫാമിലി ഉണ്ട്. സഡൻലി അയാൾക്ക് ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു എന്ന് വിചാരിക്കും. ട്രീറ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ മിനിമം 10 തുടങ്ങി 20 ലക്ഷം രൂപ വരെയാണ്. ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നേക്കാം. അവിടെ ഇൻകം ലോസ് ആവുന്നു, ചിലപ്പോൾ 6 മാസത്തേക്ക്, ചിലപ്പോൾ 1 വർഷത്തേക്ക്. ഈ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? സേവിങ്സ് ഡ്രെയിൻ ആവും, കാരണം ഇൻകം ഇല്ലാതെ ആവുന്നു. അതുവരെ സേവ് ചെയ്തതിൽ നിന്നും പിന്നെ ബാക്കി എക്സ്പെൻസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ലോൺ എടുത്ത് ട്രീറ്റ്മെന്റ് നടത്തേണ്ടി വരും. ഫാമിലി കൂടെ സ്ട്രെസ് ആവും. ഡിസീസ് ഒരു സൈഡ്, ഫിനാൻഷ്യൽ സ്ട്രെസ് മറ്റൊരു സൈഡ്. അതുകൊണ്ടാണ് ക്യാൻസർ പോലെയുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സിന് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്നത്. നോർമൽ പോളിസിയിൽ ഹോസ്പിറ്റൽ ബില്ല് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഇത്തരം ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസികളിൽ ഫിനാൻഷ്യൽ ലോസ് സപ്പോർട്ട് ചെയ്യപ്പെടും. ഇപ്പോൾ ഞാനൊരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്യാൻസർ സ്പെസിഫിക് പ്ലാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന്. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി അല്ലെങ്കിൽ ക്യാൻസർ കവർ പോളിസി ഉണ്ടെങ്കിൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്താൽ ഉടൻ തന്നെ ഒരു ലംസം എമൗണ്ട് ലഭിക്കുന്നു. അത് ഡിസീസിന്റെ സ്റ്റേജ് അനുസരിച്ച് പ്രൈമറി സ്റ്റേജ് മുതൽ അങ്ങേറ്റമുള്ള സ്റ്റേജ് വരെ ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോൾ 25% മുതൽ ഫുൾ എമൗണ്ട് വരെ ലംസമായിട്ട് കിട്ടാം. ഹോസ്പിറ്റൽ ബില്ലൊന്നും സബ്മിറ്റ് ചെയ്യേണ്ടതില്ല, ഡയഗ്നോസ് ചെയ്ത പ്രൂഫ് മാത്രം മതിയാകും. ആ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതായത് ഏർലി സ്റ്റേജ് ക്യാൻസർ ആണ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ എടുത്തിരിക്കുന്ന പോളിസി എമൗണ്ടിന്റെ അനുസരിച്ച് 25% ലംസമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. പിന്നെ മന്ത്ലി ഇൻകം സപ്പോർട്ട് ചെയ്യും. ഒരു 3 years വരെയും പ്രീമിയം വേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. മേജർ സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ 100% എമൗണ്ടും ലംസമായിട്ട് കിട്ടുന്നു. ഫുൾ ഫിനാൻഷ്യൽ ബാക്കപ്പ്. ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഇൻകം ലോസ് ആവുകയാണ്, ജോലിക്ക് പോകാൻ പറ്റാതെ വരികയാണ്. ഈ അവസരത്തിൽ മന്ത്ലി ഇൻകം സപ്പോർട്ടും കിട്ടും. ഇതാണ് സാധാ പോളിസിയും ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം. ഇത്തരം പോളിസിയിലെ പ്രധാന ബെനിഫിറ്റുകൾ: ലംസം എമൗണ്ട് ലഭിക്കുന്നു, പ്രീമിയം വേവർ ലഭിക്കുന്നു, മന്ത്ലി ഇൻകം സപ്പോർട്ട് ലഭിക്കുന്നു, ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നു. ഇതിനെല്ലാം കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയമാണ്. സിമ്പിൾ ആയി പറഞ്ഞാൽ, ഒരു ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഫിനാൻഷ്യലി കൊളാപ്സ് ആവാതെ രക്ഷിക്കാൻ ഈ ഒരു സ്കീം സഹായിക്കും. ചില മിത്ത് ബ്രേക്കിംഗ് നമുക്ക് നോക്കാം. മിക്ക ആളുകളും കരുതുന്നത് എനിക്ക് ക്യാൻസർ ഒന്നും വരില്ല. ഇന്ന് കണക്കെടുപ്പ് നോക്കിയാൽ, സർവേ നോക്കിയാൽ തീരെ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആർക്ക് വേണമെങ്കിലും ക്യാൻസർ വരാം. പിന്നെ ചില ആളുകളുണ്ട്, ശരി പിന്നീട് നോക്കാം എന്ന് പറയുന്നു. ഈ പിന്നീട് ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരില്ല. കാരണം ലേറ്ററിലേക്ക് മാറ്റി വെക്കുമ്പോൾ, ഡിലേ വരുത്തുമ്പോൾ ഒരു പക്ഷേ അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖത്തിന്റെ ലക്ഷണങ്ങളോ മറ്റോ വന്നേക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് പ്രീമിയത്തിന്റെ എമൗണ്ടും കൂടാം. ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഇത്തരം പോളിസികൾ ഒന്നും ലഭിക്കില്ല. അതുപോലെ തന്നെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പോലും ഇത്തരം പോളിസികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഡിലേ വരുത്തിയാലും. പിന്നെ ചില ആളുകൾ പറയുന്നത് എനിക്ക് ഓൾറെഡി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ അതൊരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാ ഹെൽത്ത് ഇൻഷുറൻസ് ഇതെല്ലാം കവർ ചെയ്യില്ല.
അതിൽ ഇൻകം പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഡിലേ വരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഞാൻ ഇവിടെ ഒരു പോളിസി എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ശ്രമിക്കുന്നത്. ഞാൻ ആളുകളുടെ ഫിനാൻഷ്യൽ റിസ്കിനെ റിമൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനുള്ള അവയർനെസ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഡിസീസ് വന്നാൽ ലൈഫ് ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ട പ്ലാൻ നമുക്കുണ്ടായിരിക്കണം എന്നറിയും. ഇപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഇതിന് മതിയായതാണോ, എനിക്ക് എത്ര കവറേജ് വേണം? അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം ആളുകൾക്ക് വേണ്ട അറിവ് നൽകാൻ കൃത്യമായ ഒരു റോഡ് മാപ്പ് നൽകാൻ ഒരു 1-to-1 സെഷൻ കൊടുക്കാറുണ്ട്. നോർമലി 2,999 ആണ് ഇതിന്റെ കൺസൾട്ടേഷൻ ഫീസ് എങ്കിൽ ഇപ്പോൾ ഞാൻ സാധാരണ വ്യക്തികളെ കൂടെ ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ 999 കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ നിങ്ങളുടെ റിസ്ക് അനാലിസിസ് ചെയ്യും, കറന്റ് സിറ്റുവേഷൻ അനാലിസിസ് ചെയ്യും, നിങ്ങളുടെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഗ്യാപ്പ് എത്രത്തോളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, റൈറ്റ് പ്രൊട്ടക്ഷൻ പ്ലാൻ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ താഴെ കെയർ എന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ക്ലാരിറ്റി എന്ന് കമന്റ് ചെയ്യാം. ഡിസീസ് വരുന്നത് നമുക്കാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ അതിന്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്ലാൻ ടുഡേ, പ്രൊട്ടക്ട് യുവർ ടുമോറോ.